1.5 കൊല്ലം മുമ്പേ ഫാസിസത്തിനെതിരെ യുദ്ധം നയിക്കാൻ പോയിട്ടുള്ള ചെങ്ങായി പെട്ടിയും പ്രമാണത്തിൽ പുറപ്പെട്ടുന്നുണ്ട്. പെട്ടിയും പ്രമാണം അവിടുത്തെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാ. നിങ്ങൾ നോക്കൂ, അവിടെ പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ചുക്കെന്താ ചുണ്ണാമ്പെന്താന്ന് അറിയില്ല പാർലമെന്റ് എന്ന് പറഞ്ഞാൽ. അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ ഉണ്ട്. ഇവിടെ ആർക്കും വിദ്യാഭ്യാസം ഇല്ലാന്ന് ലീഗരായിരുന്നു ആണോ? അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രസംഗമൊക്കെ ഉണ്ടാക്കുന്ന കേൾക്കണം ഇവിടെയുള്ള ആൾക്കാര് ലോകസഭയിൽ പോയിട്ട്. അന്ന് ഇവിടെ തോൽപ്പിച്ചു വിട്ടൊരു മനുഷ്യണ്ട്. ആര്? VP സാനു. 3,29,000 വോട്ട് കിട്ടി സാനുവിന് അരിവാൾ സിറ്റി നക്ഷത്രത്തിൽ മലപ്പുറം മണ്ഡലത്തിൽ നിന്ന്. നമ്മളിതുപോലെ യോഗത്തിൽ മുളെ കൊണ്ട് പറ്റുന്ന പോലെ ചങ്കൊക്കെ പൊട്ടിച്ച് മുള അവിടെയൊക്കെ പൊട്ടിച്ച് ചിലരോടൊക്കെ പറഞ്ഞതാ കാര്യങ്ങൾ. ആൾക്കാർ കൊണ്ടുപോയി ഇരുന്നാലും 3,29,000 വോട്ട് കിട്ടി VP സാനുവിന്. തോറ്റു VP സാനു. സാനു അല്ല തോറ്റത്, ഈ നാടാണ് തോറ്റത്. പ്രിയപ്പെട്ടവരെ, VP സാനു ഇപ്പോഴും ഈ കൊടുന്തണുപ്പിൽ മണ്ണിൽ പണിയെടുക്കുന്നവൻ, ചേറിൽ പണിയെടുക്കുന്നവൻ, ജീവിക്കാൻ വേണ്ടി ഡൽഹിയിൽ നടത്തുന്ന സമരത്തിൽ പ്രിയപ്പെട്ടവരെ ആ കൃഷിക്കാരന്റെ കൂടെ സാനുണ്ട്. ഈ സുജായി ഇല്ല. ഈ സുജായിനെ കാണില്ല അവിടെ. ഇപ്പോ വേറെ സ്വപ്നത്തിൽ അന്നൊരു സ്വപ്നം ഉണ്ടായി. അന്നത്തെ സ്വപ്നം എന്താ അറിയോ? വയനാട് ചുരമിറങ്ങിയിട്ട് അവസാനത്തെ വണ്ടി വരുന്നുണ്ട്, കയ്യട്ടി കയറിക്കൊള്ളുണ്ട്, അവിടെ ക്യാബിനറ്റ് ഉണ്ട്, പദവിണ്ട് എന്നൊക്കെ വിചാരിച്ച് സ്വപ്നം കണ്ടിട്ട് പോയതാണ്. അവിടെ പോയിട്ട് കട്ടൻ ചായ ഇല്ല, ഒന്നുമില്ല, തിരിച്ചു പോരാണ്. ഇവിടെ മന്ത്രിസ്ഥാനം കെട്ടിച്ചിട്ടാണ് ആ പൂതി പാണ്ടിക്കടവത്ത് വെച്ചാൽ ഇത് കേരളമാണ് എന്ന് നാട് തെളിയിക്കും. ഒരു തർക്കവും വേണ്ട. ഈ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷത്തോടൊപ്പമല്ലാതെ ഈ നാട്ടിൽ ആൾക്ക് എങ്ങനെയാണ് മറ്റൊരു പക്ഷത്ത് നിൽക്കാൻ പറ്റുമോ? ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിനോടൊപ്പമല്ലാതെ ഏത് വിഭാഗത്തിന് നിൽക്കാൻ പറ്റും? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വീട്ടിൽ കൂടെ പോയവരാണല്ലോ. ഈ കേരളത്തിൽ ആരോടെങ്കിലും ഒരാളോട് പിണറായി ഗവൺമെന്റ് പ്രവർത്തനം ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യില്ലാന്ന് ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയ ഒരു ഇടതുപക്ഷക്കാരനോട് പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിൽ ഇതാണ് ഇടതുപക്ഷം. ഇടതുപക്ഷം ഈ നാട്ടിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളോടൊപ്പം നിന്ന് ഈ നാട്ടിൽ പ്രവർത്തിച്ചു മുന്നേറും. ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഞങ്ങൾക്ക് വർഗീയതയോട് നിലപാടുണ്ട്. BJP SDPI വോട്ട് ചെയ്ത് 4 പ്രസിഡന്റ് ഉണ്ടായി, മണിക്കൂർ തികഞ്ഞില്ല, രാജിവെച്ചു ഇടതുപക്ഷം. ഇതാണ് നിലപാട്, ഇടതുപക്ഷത്തിന്റെ നിലപാട്. നിങ്ങളുടെ പോലെയല്ല, മനസ്സിലായോ? നിങ്ങളുടെ പോലെയല്ല. മതം പറഞ്ഞിട്ടും ജാതി പറഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ തിരിപ്പുണ്ടാക്കിയിട്ട് വോട്ട് വെക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ പറഞ്ഞത്. ട്രൗസർ നീളം കൂടുതലാണ്, മക്കനടില്ല, ഇത് തട്ടടില്ല, നിസ്കരിക്കില്ല, മറ്റതാണ് മറിച്ചതാണ്, ഇങ്ങനെ പറയും, അവനാന്റെ ജാതി സമുദായം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ തിരിപ്പുണ്ടാക്കാനാണ് ഇവരുടെ പണിയെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് ഒരു ചരിത്ര ദൗത്യത്തിലേക്ക് പോവുകയാണ്. 1956 നവംബർ മാസം 1-ാം തീയതി ഐക്യ കേരളം രൂപപ്പെട്ടതിനു ശേഷം 1957 ഏപ്രിൽ മാസം 5-ാം തീയതി ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ബാലറ്റ് പെട്ടിയിലൂടെ ആദ്യം അധികാരത്തിൽ വന്ന സഖാവ് EMSന്റെ ഗവൺമെന്റ് ഉള്ള കാലം മുതൽ ഈ നാട്ടിലെ മലയാളികൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മഹത്തായ ഒരു സ്വപ്നമുണ്ട്. തുടർച്ചയായ ഇടതുപക്ഷ ഭരണം. ഇടതുപക്ഷത്തിന്റെ തുടർച്ചയായ ഭരണം 2021 എന്ന വർഷത്തിൽ ഈ നാട്ടിൽ സാധ്യമാകുമ്പോ ഞാൻ എന്റെ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കടമ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ ഈ ചരിത്ര ദൗത്യത്തിൽ, ഈ കേരളത്തിന്റെ അഭിമാനകരമായ ചരിത്രത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് വരുംകാല തലമുറയോട് ഇങ്ങനെ ഇടനെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനി അങ്ങോട്ടുള്ള ദിവസം നമുക്ക് ഒരുമിച്ച് മുന്നേറണം.